വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ട്രെയിൻ തട്ടി 3 സ്ത്രീകൾ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. കോയമ്പത്തൂർ ഹിസാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കോട്ടയം ചിങ്ങവനം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം? ഒരു പാളം മുറിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു എന്നാണല്ലോ പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, വൈകിട്ട് 6:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ വെച്ചാണ് ഈ തൊട്ട് മുൻവശത്ത് ഈ ആളുകളൊക്കെ ക്രോസ് ചെയ്യുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് രാവിലെ ഈ കള്ളാറിലുള്ള ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു കോട്ടയം ചിങ്ങവനം സ്വദേശികൾ. 30ഓളം അംഗങ്ങളടങ്ങിയ വലിയ സംഘമായിരുന്നു. ഇന്ന് രാവിലെ അവർ ഇവിടെ എത്തിയതിന് ശേഷം അവരെ ബസ് വന്ന് ഇവിടെ നിന്ന് കള്ളാറിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് അതേപോലെ തന്നെ ബസ് വന്ന ഈ പ്രദേശത്ത് ഇറക്കി. പക്ഷേ അവർക്ക് ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെക്കുറിച്ചോ ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. അതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചിന്നമ്മ, ഏഞ്ചൽ, ആലീസ് തോമസ് എന്നിങ്ങനെ 3 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അവരുടെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ, കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് കോട്ടയം ചിങ്ങവനത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. കുറച്ചാളുകൾ ഇവിടെ തന്നെ ഈ കാസർഗോഡ് തന്നെയുണ്ട്. അവർ മൃതദേഹത്തോടൊപ്പം ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വന്ന വിജയകുമാർ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ ആ സമയത്ത് ഈ ട്രെയിൻ വന്ന സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഹിസാറിലേക്കുള്ള ട്രെയിൻ വന്ന സമയത്ത് അത് അതിവേഗതയിലായിരുന്നു. മാത്രമല്ല അവർക്കൊരു ആശയക്കുഴപ്പമുണ്ടായി. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ആശയക്കുഴപ്പമുണ്ടായി. ഒപ്പം ഒരു വയോധിക ഉണ്ടായിരുന്നു. അവർക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലായിരിക്കാം മറ്റുള്ള 2 പേർ കൂടി ഈ അപകടത്തിൽ പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ RPF ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ് സംഘം ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അപകടം ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായല്ല വിജയകുമാർ സംഭവിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ ഒരു പ്രദേശത്ത് റെയിൽവേ മേൽപ്പാലമില്ല എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ, ഈ നാട്ടുകാരും യാത്രക്കാരും ഒക്കെ തന്നെ ഒന്നടങ്കം പറയുന്നത് ഈ പ്രദേശത്ത് ഒരു റെയിൽവേ മേൽപ്പാലമില്ല എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത്, അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഏറ്റവും എളുപ്പത്തിൽ കാഞ്ഞങ്ങാട് ടൗണിലേക്കും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലേക്കും പോകാനുള്ള ഒരു വഴിയാണ് ഇത്. ഈ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്ന് ഏറ്റവും എളുപ്പത്തിൽ, റെയിൽവേ പല പ്രാവശ്യം ഈ മതിൽ അടച്ചു കെട്ടിയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് കടക്കാനുള്ള എളുപ്പത്തിനായി ആളുകൾ അത് പൊളിച്ച് ഈ ഒരു ഭാഗത്തു കൂടി നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ അപകടം വലിയ തോതിൽ ഇവിടെ പെരുകുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഓണത്തലേന്ന് ഉണ്ടായിരിക്കുന്നത് വിജയകുമാർ. അതിദാരുണമായ സംഭവമാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അവിടെ മേൽപ്പാലമില്ല. പാലം മുറിച്ചു കടക്കാനുള്ള ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ പാലം മുറിച്ചു കടന്നതിൽ ഒരാൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളയാളാണ്. പെടും എന്നറിഞ്ഞപ്പോൾ രക്ഷപ്പെടുത്താൻ കൂടി മറ്റുള്ളവർ ശ്രമിച്ചതാവാം എന്ന് കരുതുന്നു. കോട്ടയം ചിങ്ങവനം സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്ത അല്പസമയം മുമ്പ് വന്നത്, മലപ്പുറത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. വണ്ടൂർ നടുവത്ത് മരിച്ച യുവാവിൻ്റെ സാമ്പിൾ കോഴിക്കോട് ലാബിലെ പ്രാഥമിക പരിശോധനയിൽ പോസിറ്റീവ് ആയിട്ടുണ്ട്. പുനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നാലേ രോഗം സ്ഥിരീകരിക്കാൻ കഴിയൂ. ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്. സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ് നടുവത്ത് സ്വദേശിയായ 24-കാരൻ മരിച്ചത്. മരണകാരണം നിപ്പ എന്നാണ് സംശയം. കോഴിക്കോട് ലാബിലേക്ക് അയച്ച സാമ്പിളിൽ നിപ്പ പോസിറ്റീവാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് അയച്ചു. ഈ ഫലം വന്നാൽ മാത്രമേ നിപ്പ സ്ഥിരീകരിക്കൂ. ഓഗസ്റ്റ് 22-നാണ് ബംഗളൂരുവിൽ നിന്ന് യുവാവ് നാട്ടിൽ എത്തിയതെന്നാണ് സൂചന. സെപ്റ്റംബർ 4 പനി ബാധിച്ചു. തൊട്ടടുത്ത ദിവസം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വച്ചാണ് മരണം. മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മുൻകരുതലിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് വണ്ടൂർ കേന്ദ്രീകരിച്ച് യോഗം ചേർന്നു. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ 2 മാസം മുൻപാണ് നിപ്പ ബാധിച്ച് മരിച്ചത്. 24 മലപ്പുറം. സീതാറാം യെച്ചൂരി ഇനി വിപ്ലവ വീര്യത്തിന്റെ കെടാത്ത ഓർമ്മ. വിലാപയാത്രയ്ക്കൊടുവിൽ മൃതദേഹം ഡൽഹി എയിംസിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറി. പ്രമുഖരുൾപ്പെടെ 100 കണക്കിന് ആളുകൾ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു.
രാവിലെ 10:15 വസന്ത് കുഞ്ചിലെ വസതിയിൽ നിന്ന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം CPM ആസ്ഥാനമായ AKG ഭവനിലെത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. നേതാക്കളും പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, P. ചിദംബരം, ജയറാം രമേശ്, NCP അധ്യക്ഷൻ ശരത് പവാർ, സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ്, ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയ ദേശീയ നേതാക്കളുടെ വലിയ നിര തന്നെ യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാളും അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3-ന് AKG ഭവനിൽ നിന്ന് വിലാപയാത്ര. ലാൽസലാം വിളികളോടെ നൂറുകണക്കിന് പേർ അനുഗമിച്ചു. മുൻപ് CPIM ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക റോഡിലെ 14-ാം നമ്പർ വസതി വരെ വിലാപയാത്ര. തുടർന്ന് മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറി. ടീം 24 ഡൽഹി. തിരുവോണ ദിനത്തിൽ തിരുവാറന്മുളയപ്പന് സമർപ്പിക്കാനുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെട്ടു. കാട്ടൂരിൽ നിന്നാണ് ദേശപ്രമാണിമാരുടെ നേതൃത്വത്തിൽ തോണി ആചാരപൂർവ്വം പുറപ്പെട്ടത്. വിവിധ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുവോണത്തോണിയുടെ ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട്ടൂർ ക്ഷേത്രക്കടവിൽ നിന്ന് തിരുവോണത്തോണി പുറപ്പെട്ടിരിക്കുകയാണ്. തിരുവോണ വിഭവങ്ങളുമായി, അതായത് തിരുവാറന്മുള അപ്പന് നാളെ തിരുവോണ സദ്യ ഉണ്ടാക്കാനുള്ള തിരുവോണ വിഭവങ്ങളുമായാണ് മങ്ങാട്ട് ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ തിരുവോണത്തോണി പുറപ്പെട്ടിരിക്കുന്നത്. 52 കരകളിലുള്ള വിവിധ പള്ളിയോടങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള തിരുവോണത്തോണിയാണ്. വിവിധ പള്ളിയോടങ്ങളും ഇതിന് ഒപ്പമുണ്ട്. ഈ രാവിലെ പുലർച്ചെ സൂര്യോദയത്തിന് മുൻപാണ് ഇത് ക്ഷേത്രക്കടവിൽ എത്തിച്ചേരേണ്ടത്. അതിനുശേഷം വെറ്റിലയും പുകലയും ഒക്കെ നൽകിക്കൊണ്ട്, പൂവും ഒക്കെ നൽകിക്കൊണ്ട് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിനെ, അതുപോലെ തന്നെ മേൽശാന്തിയുടെയും ഒക്കെ നേതൃത്വത്തിൽ, വലിയോട സേവാസംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സ്വീകരണം നടക്കും. എന്തായാലും കൃത്യം 6:15 ഈ ഒരു പുറപ്പെടൽ ചടങ്ങ് നടന്നിട്ടുണ്ട്. വിവിധ സമയങ്ങളിലായി പതിയെ മാത്രമാണ് ഇത് പോവുകയുള്ളൂ. അതിനുശേഷം നിരവധി ഭക്തജനങ്ങളാണ് ഈ കരകളിലെമ്പാടും തന്നെ കാത്തു നിൽക്കുന്നത് ഈ തോണി പുറപ്പെടുന്നത് കാണാൻ വേണ്ടി. നാളെ രാവിലെ കൃത്യം 5:30 തന്നെ ക്ഷേത്രത്തിലേക്ക് ഈ തിരുവോണത്തോണി എത്തിച്ചേരും. എന്തായാലും വലിയ ആചാരപ്പെരുമ അല്ലെങ്കിൽ ആഘോഷപ്പെരുമ ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും, ആഘോഷ തിമിർപ്പ് ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും ഈ ഒരു മേഖലയിൽ ആളുകളുടെ ഒരു സാന്നിധ്യം വളരെ വളരെ കൂടുതലായിരുന്നു. സാധാരണയിൽ കവിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുൻ MLA-യും അതുപോലെ തന്നെ MLA-മാരായ രാജു അബ്രഹാം, അതുപോലെ തന്നെ A. പത്മകുമാർ, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള മുഴുവൻ ആളുകളും, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പ്രമോദ് നാരായണൻ MLA അടക്കം മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക്, പോലീസിൻ്റെ ഒക്കെ ഒരു വലിയ സാന്നിധ്യം ഒക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു തിരക്കിനോളം തന്നെ ആളുകൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ ആചാരപ്പെരുമയോടുകൂടി ആഘോഷത്തിമിർപ്പിന്റെ ഭാഗമായി ആളുകൾ ഒത്തുചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാലും സഞ്ജയ്, ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. നാളെ തിരുവോണ പുലരിയിലേക്ക് കൺതുറക്കുന്ന മുഴുവൻ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശുഭരാത്രി.